ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹം കണ്ടെടുത്തു. ബിജാപൂർ ജില്ലയിലെ ഉൾവനത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഇതോടുകൂടി തന്നെ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 18 കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പോലീസ് ജില്ലാ റിസർവ് ഗാർഡിൽ 3 പേരും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. 12 മണിക്കൂറോളം വെടിവെപ്പ് നീണ്ടുനിന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ബുധനാഴ്ച വൈകുന്നേരം വരെ 12 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. എന്നാൽ ഇന്നലെ രാവിലെയാണ് 6 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രദേശത്ത് വ്യക്തമായ തിരച്ചിൽ അല്ലെങ്കിൽ വ്യാപകമായ തിരച്ചിൽ നടത്തി വരികയാണെന്നും സുരക്ഷാ സേന അറിയിച്ചു. മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ അതിനായി ഇറങ്ങിയ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ്, ഛത്തീസ്ഗഡ് പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, CRPF, കോബ്ര ബറ്റാലിയൻ എന്നിവരുടെ സംയുക്ത സുരക്ഷാ സംഘടനയ്ക്ക് അതിന് നേരെ വെടിവെപ്പ് ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നീടുണ്ടായ ഏറ്റുമുട്ടലിലാണ് 12 മാവോയിസ്റ്റുകളെ വധിച്ചത്. ഏറ്റുമുട്ടലിനിടെ തന്നെ ജവാന്മാർക്ക് പരിക്കേറ്റു. സ്ഥലത്ത് നിന്ന് നിരവധി ആയുധങ്ങളും കണ്ടെടുക്കുകയും ചെയ്തു എന്നും ഇപ്പോൾ വ്യക്തമാവുന്നുണ്ട്. ഈ വർഷം മാത്രം പോലീസ് ഓപ്പറേഷനുകളിൽ 269 മാവോയിസ്റ്റുകളാണ് ഛത്തീസ്ഗഡിൽ മാത്രമായി തന്നെ കൊല്ലപ്പെട്ടത്. ഇതിൽ 239 പേരും ബസന്തർ ഡിവിഷനിലാണ് കൊല്ലപ്പെട്ടത്. ബിജാപൂർ, ദത്തേവാഡ എന്നീ ജില്ലകളിൽ ഉൾപ്പെട്ടവരാണ് ഈ ബസന്തർ ഡിവിഷനിലുള്ളത്. അതേപോലെ തന്നെ 27 പേരാണ് ഗരിയാബാന്ദ് ജില്ലയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേസമയം 2026 മാർച്ചോടുകൂടി തന്നെ ഇന്ത്യയിലെ മാവോയിസ്റ്റ് മുക്ത രാഷ്ട്രമാക്കി തന്നെ മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാവോയിസ്റ്റുകൾക്ക് നേരെ ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ 12 മാവോയിസ്റ്റുകൾ വെടിവെറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബിജാപൂരിനും ദത്തേവാഡയ്ക്കും ഇടയിലായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത്. മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ദത്തേവാഡയും ബിജേപൂരും എന്നതാണ്. ഈ വർഷം തന്നെ ഛത്തീസ്ഗഡിൽ ഇതുവരെ തന്നെ 268 നക്സലൈറ്റുകൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അതിൽ 239 പേർ ബസന്തർ മേഖലയിൽ നിന്നുള്ളവരാണ്. മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ 3 സൈനികർക്ക് വീരമൃത്യു വരിച്ചതായും അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട്. പ്രദേശത്ത് വെടിവെപ്പ് ഇപ്പോഴും തുടരുകയാണ്. 12 മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തതായി തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരായിരുന്നു അറിയിച്ചത്. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഒരു സൈനികനെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ജില്ലാ റിസർവ് ഗാർഡ്, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, CRPF, കോബ്രയുടെ ഒരു ബറ്റാലിയൻ എന്നിവയുടെ ഉദ്യോഗസ്ഥരായിരുന്നു ഓപ്പറേഷനിൽ പങ്കെടുത്തത്. മാവോയിസ്റ്റ് വിരുദ്ധ സംയുക്ത സേനാ സംഘം തിരച്ചിൽ നടത്തുന്നതിനിടെ തന്നെ മാവോയിസ്റ്റുകൾ വെടിയുതിർക്കുകയാണ് ഉണ്ടായത്. സൈനികർ ശക്തമായി തന്നെ തിരിച്ചടിക്കുകയും സ്ഥലത്തുണ്ടായിരുന്ന സൈനികരാകട്ടെ പ്രദേശം വളഞ്ഞുകൊണ്ട് തന്നെ ബാക്കിയുള്ള മാവോയിസ്റ്റുകളെ പിടികൂടാൻ ശ്രമം നടത്തുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ സൈനികരും മാവോയിസ്റ്റുകളും വെടിവെപ്പ് തുടരുകയാണ്. ഇതുവരെ 12 നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിൽ 37 മാവോയിസ്റ്റുകൾ പോലീസിന് മുൻപാകെ കീഴടങ്ങിയതായി വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. കീഴടങ്ങിയവരിൽ 10 ലക്ഷം വരെ തലയ്ക്ക് വിലയിട്ട മാവോയിസ്റ്റുകൾ വരെ ഉൾപ്പെട്ടതായും പറയുന്നു. 37 പേരിൽ 27 പേരുടെ തലയ്ക്ക് 65 ലക്ഷം രൂപ വിലയുണ്ടായിരുന്നു. കീഴടങ്ങിയവരുടെ സംഘത്തിൽ 12 വനിതാ മാവോയിസ്റ്റുകൾ കൂടി ഉൾപ്പെടുന്നു. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ മാവോയിസ്റ്റ് പുനരധിവാസ പദ്ധതി പ്രകാരം തന്നെ പോലീസും CRPFനും മുൻപാകെ തന്നെയാണ് ഇവർ കീഴടങ്ങിയത്. തുൾത്തുളി എന്ന പ്രദേശത്ത് 2024 നടന്ന ഏറ്റുമുട്ടലിൽ പങ്കെടുത്തവരാണ് ഈ മാവോയിസ്റ്റുകൾ എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ തന്നെ 10 മാവോയിസ്റ്റുകൾ വരെ കീഴടങ്ങിയതായുള്ള റിപ്പോർട്ടുകളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.